സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. റൂമിൽ കയറി നന്ദു ആദ്യം നോക്കിയത് ബെഡിലേക്കാണ്. കമിഴ്ന്ന് കിടന്നുറങ്ങുവാണ്. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് വന്ന് ബെഡിലിരുന്നു. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിക്കാണില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ഒത്തിരി വേദനിച്ചും കാണും. അവൾ പതിയെ അവനെ നെറ്റിയിലൂടെ ഒന്ന് തഴുകി. മുടിയും താടിയും ഒക്കെ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്തിന്? തുറന്നിട്ട് ഷർട്ടിൻ്റെ ഇടയിലൂടെ കാണുന്ന നെഞ്ചിലടക്കം വാക്സ് ചെയ്തിരിക്കുന്നു. അവൻ്റെ ഫോണിൽ കണ്ട അജു അതെന്താണോ അതായിരിക്കുന്നു ഇപ്പോൾ. നന്ദു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഉറങ്ങുമ്പോൾ പോലും പഴയ അജുവിൻ്റെ നിഷ്കളങ്കത അവൻ്റെ മുഖത്തില്ല. ഗൗരവം മാത്രമാണ്. നന്ദു ആഞ്ഞിൻ്റെ ശ്വാസം വലിച്ചു വിട്ടു. കൈകൾ ഉയർത്തി അവനൊന്ന് തട്ടി. എണീക്കുന്നില്ല. ഇപ്പം തന്നെ രാത്രി 9 ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവൾക്കൊപ്പം കുറച്ച് ഭക്ഷണം കഴിച്ചതാണ്. പിന്നെ എന്തെങ്കിലും കഴിച്ചൊന്നും അറിയില്ല. അജു. അവൻ്റെ കയ്യിൽ തട്ടുന്നതോടൊപ്പം അവൾ പതിയെ ഒന്ന് വിളിച്ചു. അവളുടെ ഒറ്റ വിളിയിൽ തന്നെ അവൻ കണ്ണുകൾ തുറന്നു. ആ സമയം അവൾ ഓർത്തത് അവളുടെ അജുവിനെയായിരുന്നു. തട്ടി തട്ടി വിളിച്ചാലും എണീക്കില്ല. വായുള്ളതൊക്കെ പറയുന്നതിന് ശേഷം എണീക്കൂ. എന്നാൽ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കഴിക്കാൻ വേണ്ടേ? അവനെ നോട്ടം കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. യാതൊരു പതർച്ചയോ ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവളുടെ നോട്ടത്തിലും വാക്കുകളിലും. അവൾക്ക് പരിചിതമല്ലാത്ത അർജുനായിട്ട് കൂടി. ഞാൻ എടുത്തു വെക്കാം, നീ വാ. അതും പറഞ്ഞുകൊണ്ട് അവൾ എണീറ്റ് പുറത്തേക്ക് പോയി. അജവൾ പോകുന്നത് നോക്കി ബെഡിലിരുന്നു. നീ വാന്നോ? ബഹുമാനം തീരെയില്ല. ശരിയാക്കി തരാം. അവൻ്റെ ചുണ്ടുകൾ പതിയെ പൊഴിഞ്ഞു. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി മുഖമൊക്കെ തുറച്ച് ഹാളിലേക്ക് വന്നതും കണ്ടു ഓരോരുത്തരായി ഇരുന്ന് കഴിക്കുന്നത്. ടേബിളിന് സ്ഥലമില്ല. 10 ആളും അങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത്. 6 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധാരണയായുള്ള ടേബിളാണ്. അതിലാണൊക്കെ കൂടി കുത്തി നിറച്ചിരുന്ന് കഴിക്കുന്നത്. അജി എല്ലാവരെയും നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. സ്ലാബിൽ അവർക്ക് വേണ്ട ഭക്ഷണം 2 പ്ലേറ്റിലാക്കി വിളമ്പി വെച്ചിട്ടുണ്ട്. ഒരു ചെയറും ഇട്ടിട്ടുണ്ട്. നന്ദു സ്ലാബിൽ കയറി ഇരുന്ന് പ്ലേറ്റ് കയ്യിലെടുത്ത് കഴിക്കാൻ തുടങ്ങി. അജു അവളെ നോക്കിക്കൊണ്ട് ചെയറിലേക്ക് ഇരുന്ന് മുന്നിലുള്ള പാത്രം ഒന്നുകൂടെ അടുത്തേക്ക് നീക്കി വെച്ചു. കറി ഒഴിച്ചിട്ടില്ല. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും കയ്യിലെടുത്ത് ചോറ് വായിലേക്ക് വെച്ചുകൊണ്ട് അവൾ അവനെയും അവൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി. ചോറ് മാത്രമാണ് പ്ലേറ്റിലുള്ളത്. മനസ്സിലായില്ല? എൻ്റെ ചോറിൽ കറി ഒഴിച്ചിട്ടില്ല എന്ന് അവൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു. നന്ദുവിൻ്റെ പ്ലേറ്റിൻ്റെ തൊട്ടടുത്ത് ചെറിയ പാത്രത്തിലിരിക്കുന്ന കറിയിലേക്കും അതിൻ്റെ തൊട്ടടുത്തുള്ള വഴുതനപ്പേരിയിലേക്കും അതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലേറ്റിലെ പാപ്പടത്തിലേക്കും മാറി മാറി നോക്കി. തൊട്ടടുത്ത് ഇരിക്കുമല്ലേ, ഒഴിച്ചോ. അതെന്താ നിനക്കൊഴിച്ച? അവൻ്റെ ആ മറുപടി പെണ്ണിന് തീരെ പറ്റിയില്ല. ഒരു ആജ്ഞാപിക്കൽ സ്വരം, ഒരുമാതിരി ഡിപ്പിക്കൽ ഭർത്താവ് ചമയില്. നിനക്ക് വേണമെങ്കിൽ ഒഴിച്ച് കഴിച്ച് എണീറ്റ് പോവും. പറയുമ്പോൾ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. മുന്നിലിരിക്കുന്നവൻ്റെ മുഖത്ത് ഗൗരവം കണ്ടതും ഒന്ന് പൊട്ടിക്കാൻ തോന്നിയെങ്കിലും ചെയ്തില്ല. നിന്റെ അജുവല്ലേ എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയും പോലെ. അജു അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ കറിയും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിക്കടിച്ചു തുടങ്ങി. നിങ്ങളുടെ കഴിക്കൽ കഴിഞ്ഞാൽ ഒന്ന് വരണം, കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നിൽ നിന്നും ഗൗരവത്തിലുള്ള അമ്മാവൻ്റെ ശബ്ദം കേട്ടിട്ട് പോലും 2 പേരും അങ്ങോട്ടേക്ക് നോക്കിയില്ല. അയാൾ അതും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് തന്നെ നടന്നു. നന്ദുവിൻ്റെ കഴിക്കലാണ് ആദ്യം കഴിഞ്ഞത്. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുമ്പോഴാണ് പിൻകഴുത്തിലൊരു നിശ്വാസം തട്ടിയത്. ഇടത്തെ കയ്യിലുണ്ടായിരുന്ന പാത്രം വലത്തെ കയ്യിലുണ്ടായിരുന്ന സ്ക്രാബറും സിങ്കിലേക്ക് വീണു. അജവളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് കൈ കഴുകി. നന്ദു കണ്ണുകൾ രണ്ടും മുറുകെ അടച്ചു. ഇവനിപ്പോൾ ഒരു വെറുപ്പനാണ് നന്ദു. ഇവൻ്റെ പ്രലോഭനങ്ങളിൽ നീ വീഴരുത്. നിന്റെ പ്രലോഭനങ്ങളിൽ അവൻ വീഴണം. അതാണ് നിന്റെ മിടുക്ക്. ഉള്ളിൽ നിന്ന് ആരോ അവൾക്ക് മാർഗനിർദ്ദേശം കൊടുത്തതും കയ്യിൽ നിന്നും വീണതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ചെയ്തിരുന്ന ജോലി തുടർന്നു. അജി കൈ കഴുകി അവളുടെ ദാവണി ഷാള് കൊണ്ട് കൈ തുഴച്ചു. തിരിഞ്ഞു നിൽക്കുന്നവളുടെ വലത്തെ ഷോൾഡറിൽ അവൻ്റെ ചുണ്ടുകളും തുഴച്ചു. ആ ഒരൊറ്റ സെക്കൻഡിൽ കയ്യിലിരുന്ന പാത്രം ആദ്യത്തേക്കാൾ ശബ്ദത്തിൽ സിങ്കിലേക്ക് തന്നെ വീണു. അവനൊന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞ് ഹാളിലേക്ക് തന്നെ നടന്നു. കുറച്ചു നേരം ആ തരിപ്പിൽ അങ്ങനെ തന്നെ നിന്നുപോയി. പിന്നെ പാത്രം കഴുകി തിരിഞ്ഞ് അജി കഴിച്ച പാത്രത്തിലേക്കൊന്ന് നോക്കി. കഴിച്ചപാട് അങ്ങനെ വെച്ച് എണീറ്റ് പോയിരിക്കുവാണ്. നന്ദു വന്ന പ്ലേറ്റ് കയ്യിലെടുത്തു. കുറച്ച് ചോറേ വിളമ്പിയിട്ടുള്ളൂ. അതിൽ കുറച്ച് വരമ്പ് പോലെ വെച്ചിട്ടുണ്ട്. അതിൽ കറി ഒഴിച്ചിട്ടോ ഉപ്പേരി കലത്തിയിട്ടോ ഒന്നുമില്ല. അങ്ങനെ അനങ്ങാതെ വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് അടുക്കള വൃത്തിയാക്കി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അജി സെറ്റിയിരിക്കുന്നുണ്ട്. മറ്റുള്ളവരെയൊക്കെ നോക്കി പഠിക്കുവാണെന്ന് തോന്നുന്നു. ഓരോരുത്തരെയും നോക്കിയിരിക്കുവാണ്. നന്ദുവിൻ്റെ കണ്ണുകൾ അവനിൽ നിന്നും മാറി ഡൈനിങ് ടേബിളിലേക്ക് പോയി. ഹൈ, എന്താ ഇത്? നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച കോലമാണ് ഈ കാണുന്നത്. കാഴ്ച പ്ലേറ്റ് കൊണ്ടുപോയി കഴുകി വെക്കാനൊന്നും മരുമക്കൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല മുത്തശ്ശി? അതോ മക്കളെ മാത്രമേ അതൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളൂ? ടേബിളിൽ നിറഞ്ഞു നിൽക്കുന്ന പാത്രങ്ങളിലേക്ക് നോക്കി അവളുടെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ഇഷ്ടക്കേടോടെ തന്നെ അവൾ പറഞ്ഞു. അതിലവർക്കുള്ളൊരു കുത്തുണ്ടായിരുന്നു. കഴിക്കാൻ കൊണ്ടുവന്ന ഉത്സാഹം കടിച്ച് കഴിഞ്ഞിട്ട് വേണം അമ്മായിമാരെ ഒക്കെ കൊണ്ടുപോയി വൃത്തിയാക്കി വെക്ക്. ആ തുടപ്പ് കൊണ്ടുവന്ന് മേശ വൃത്തിയാക്കിക്കോ. കച്ചറ താഴേക്ക് വീഴാതെ നോക്കണേ. വീണാ തറയും അടിച്ച് വാരേണ്ടി വരും.
നന്ദു പറഞ്ഞത് നാലാളും എണീറ്റ് അവൾ പറഞ്ഞത് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവൾ അനുസരിക്കണം, കാര്യം നടക്കണ്ടേ. നന്ദു അജുവിനെ നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. അവൾ അവനെ നോക്കുന്നത് കണ്ടതും അവനൊന്ന് കണ്ണു ചിമ്മി. അവളവൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് മൂത്തമ്മാവനെ നോക്കി. എല്ലാവരും അവരെ തന്നെ നോക്കിയിരിക്കുവാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ജോലി. അത്രത്തോളം രസമുണ്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കാണാൻ. ഒരാൾക്ക് വേണ്ടി ഒരാളെ പറഞ്ഞുണ്ടാക്കിയ പോലെ. അമ്മാവ കാര്യം പറയും, നിങ്ങൾ പോയിട്ട് വേണം ഉറങ്ങാൻ. അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതല്ലാതെ ആരും ഒന്നും പറയുന്നില്ല. നന്ദുവിനാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. ഉച്ചയ്ക്ക് വളരെ കുറച്ചു നേരം ഒന്ന് കിടന്നതാണ്. ഇപ്പൊ തലയൊക്കെ വേദനിക്ക പോലെ. അതുപോലെ പറയാൻ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. സത്യം പറഞ്ഞ പ്രകാശനം ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. അറിയാമായിരുന്നില്ല ഉറപ്പായി നിന്നെയും ശില്പയെയും ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്, മോളുടെ അമ്മ വീട്ടിലേക്ക്. ചെറിയമ്മാവൻ ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. അജു ആരെയും നോക്കുന്നില്ല, അവൻ്റെ പെണ്ണിനെ മാത്രം. അവളുടെ ഓരോ ഭാവങ്ങൾ, അവളുടെ ഓരോ വാക്കുകൾ, അത് മാത്രം. ഞാൻ അവിടെ വന്ന് നിന്നിട്ടുണ്ട് അമ്മാവ. വളരെ ചെറുപ്പത്തിൽ ഒരു 5 വയസ്സൊക്കെ ആവുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഓർക്കുന്നുണ്ടോ, ഒരു 2 വർഷം ഞാൻ എൻ്റെ അമ്മയെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ മറന്നു കാണും. പക്ഷേ ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല. അല്ലേ അമ്മായി? നന്ദു പറഞ്ഞുകൊണ്ട് നോക്കിയത് മൂത്തമ്മാവൻ്റെ ഭാര്യയാണ്. അന്ന് ചെറിയ അമ്മാവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അല്ലാത്ത 3 പേരെയും കഴിഞ്ഞിരുന്നു. കുട്ടികളുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയിലേക്ക് ഞാൻ പറഞ്ഞു തരാം. ആ 2 വർഷം ഈ നിൽക്കുന്ന 3 അമ്മായിമാരും ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും എണീക്കില്ലായിരുന്നു. ഒക്കത്തിന് എൻ്റെ അമ്മ വേണം. കുളിക്കാൻ വെള്ളം ചൂടാക്കി പാത്രത്തിലാക്കാൻ വരെ വേണമായിരുന്നു. അതുമല്ല, 3ാമത്തെ അമ്മായി വീട്ടിൽ പോയി പ്രസവിച്ച് കിടന്നാൽ നോക്കാൻ ആളെ വെക്കണം. അങ്ങനെ വെച്ചാൽ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ നോക്കുമെന്ന് പറഞ്ഞ് അവിടെ പ്രസവിച്ച് കിടന്നു. ഇല്ലേ? ഓർമ്മയുണ്ടോ? അവളത് ചോദിച്ചതും എല്ലാവരും അവളെ തന്നെ നോക്കി ഉമിനിരക്കിയിരിക്കുവാണ്. ഒക്കെ അവൾക്ക് ഓർമ്മയുണ്ട്. ഒരു 5 വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ ഇത്രേ ഓർമ്മയുണ്ടാവുള്ളൂ. ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി നേരം നല്ലോണം വൈകി അടുത്ത് വന്ന് കിടക്കുന്ന അമ്മയെ എന്നും ഞാൻ കാണുമായിരുന്നു. അച്ഛൻ്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ട് പദം പറഞ്ഞ് കരയുന്ന ആ അമ്മയെ മരിച്ചാലും മറക്കില്ല. അവസാനത്തെ വാക്കുകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നൊന്നും പറയാൻ അവൾക്ക് കഴിയുന്നില്ല. ആ ഓർമ്മകൾ ചുട്ടുപൊള്ളിക്കുന്നത് കൊണ്ടാകും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തോളിലൊരു കൈ വന്ന് ചുറ്റിയതും ആ ദൃഢമായ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നതും അവൾ അറിഞ്ഞു. കുറച്ചു നേരം അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അജുവിനെ അറിയോ, 5 വയസ്സിൽ എൻ്റെ മുന്നിൽ വെച്ച് ഈ അമ്മാവന്മാരും അമ്മായിമാരും ചെയ്തിരുന്നത്? അമ്മാവന്മാർ ജോലി കഴിഞ്ഞ് അവരുടെ മക്കൾക്ക് കൊണ്ടുവരുന്ന മിഠായിൽ നിന്ന് ഒരു പൊട്ടുപോലും എനിക്ക് തരാതെ അവർക്ക് കൊടുക്കും. എന്നെ അവിടെ മുന്നിൽ നിർത്തിയിട്ട് എന്നിട്ട് അവരുടെ റൂമിൽ കയറി വാതിലടക്കും. ആ വാതിലിൻ്റെ പുറത്ത് ഞാൻ അതോർത്ത് സങ്കടപ്പെട്ട് എത്ര നേരം നിൽക്കുന്നത് അറിയോ? കളിക്കുന്നതിനിടയിൽ അവരുടെ മക്കളെ മാത്രം വിളിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അച്ഛനെ ഇതുപോലെ കൊണ്ടുതരുമായിരുന്നു. അങ്ങനെ ഒരാൾ അന്നില്ലല്ലോ. അതാലോചിച്ചുകൊണ്ട് കുറേ കരയും. അമ്മയോട് പറഞ്ഞ് കുറേ കരയും. എന്നേക്കാൾ അമ്മ കരയുന്നത് കണ്ടിട്ട് ഞാൻ ആ പരാതി പറച്ചിൽ നിർത്തി. മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കണ്ണിൽ പിന്നെ ആൺമക്കളുടെ മക്കളായിരുന്നു പ്രിയപ്പെട്ടവർ. അവരെല്ലാം ഉണ്ടാവുകയുള്ളൂ. അതൊന്നും നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ല. എൻ്റെ കുഞ്ഞു മനസ്സിൽ അതൊക്കെ നല്ല ആഴത്തിൽ പറഞ്ഞ ഓർമ്മകളാണ്, നല്ല ആഴത്തിൽ. അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തുടങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും ഒഴുകിയിറങ്ങിയിരുന്നു. വാശിയോട് തുടച്ച് അവൾ വീണ്ടും പറഞ്ഞു. അജു കണ്ണുകൾ കൊട്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. അവരുടെ ഓർമ്മകളിലൊന്നും അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാവും. എന്നിട്ടിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമായി നിന്ന് നിങ്ങളുടെയൊക്കെ പീഡനം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ എൻ്റെ അച്ഛനെ മറക്കാൻ കഴിയാതിരുന്നിട്ടും എൻ്റെ അമ്മ ആ രാക്ഷസനെ വിവാഹം കഴിച്ചത്. പക്ഷേ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും അങ്ങോട്ട് വല്ല നിൻ്റെ അമ്മയും ഞാനും ഉറപ്പിച്ചിരുന്നു. പൊരുതി നിന്ന് ഇവിടെ വരെ എത്തി. ഇനിയും അങ്ങനെ തന്നെയാവും. ഒരു ഗതിയില്ലാതെ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വന്നാലും നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. അത് പറയുമ്പോൾ മുന്നിലിരിക്കുന്നവരോടുള്ള ദേഷ്യം അവളുടെ മുഖത്ത് എടുത്ത് കാണിച്ചു. അവരാരും അവളുടെ മുഖത്തേക്ക് നോക്കാതെ തലതായിത്തീരുന്നു. അവർ പറയാൻ വന്നത് എന്താണോ അത് പറയാൻ കഴിയാതെ അവരുടെ നാവുകൾ കെട്ടിക്കൂട്ടിയ പോലെയായി. എൻ്റെ അമ്മയെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത ശേഷം നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? വല്ല ആഘോഷങ്ങളുണ്ടെങ്കിൽ മാത്രം എൻ്റെ അമ്മയെ ക്ഷണിക്കും. ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് അവിടെയുള്ള പണി മൊത്തം എടുത്ത ശേഷം പറഞ്ഞയക്കും. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് മുതൽ എൻ്റെ അമ്മയെ ഞാൻ അങ്ങോട്ട് വിടാത്തിന് കാരണം അതായിരുന്നു. അവളത് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കി. ശരിയാണ്, വല്ല പരിപാടി ഉണ്ടെങ്കിൽ തലേന്നേ വന്നിരുന്നവൾ ആ ദിവസം ആ ചടങ്ങിൻ്റെ സമയത്ത് വന്ന് പരിപാടിയിൽ കൂടി അപ്പോൾ തന്നെ പോകുമായിരുന്നു. എല്ലാം ഓർമ്മകളിൽ അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നു.
എന്നിട്ടിപ്പോ എൻ്റെ അമ്മ മരിച്ചിട്ട് വന്നിരിക്കാം. വലിയ സ്നേഹമുള്ള ആങ്ങളമാരും നാത്തൂമാരുമാണെന്ന് മറ്റുള്ളവരെ കാണിച്ചോ, ആരെ വേണമെങ്കിലും കാണിച്ചോ. പക്ഷേ എല്ലാം അറിയാവുന്ന എന്നെ മുന്നിൽ അഭിനയിക്കാൻ നോക്കണ്ട, സമ്മതിച്ച് തരില്ല ഞാൻ. അവൾ അവരുടെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. അവളോടൊന്നും പറയാൻ പോലും കഴിയുന്നില്ല. അവളോടും അവളുടെ അമ്മയോടും ചെയ്ത തെറ്റുകൾ ഓരോന്നായി കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ എന്തിനാ ഇത്ര നേരം ഇവിടെ നിന്നതെന്ന് എനിക്ക് അറിയില്ല. ഇനി അറിയും വേണ്ട, അതെന്ത് തന്നെയായാലും ഞാൻ സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ നിങ്ങൾക്ക് പോകാം. ഇനി കൂടുതലൊന്നും അവളിൽ നിന്നും കേൾക്കാനില്ലാത്തത് കൊണ്ട് എല്ലാവരും എണീറ്റു. ഒന്നും ആർക്കും അവളോട് പറയാനില്ല. എന്ത് പറഞ്ഞാലും അവൾ സ്വീകരിക്കില്ലെന്ന് അവർക്കറിയാം. പിന്നെ ആരും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു. മുത്തശ്ശി. ഏറ്റവും അവസാനം അവർക്ക് പിന്നാലെ നടന്ന മുത്തശ്ശനും മുത്തശ്ശിയും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ചെയ്ത പാപങ്ങളുടെ ഫലമായി അതേകാലം ഭൂമിയിൽ രോഗം നിന്ന് കെടുത്തരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളവരൊന്നും കൂടെ കാണില്ല. കൂടെ നിന്ന് നോക്കാൻ ആഗ്രഹമുള്ളവള് ഇന്ന് ഈ ലോകത്തില്ല. അവളുടെ വാക്കുകളിൽ അവർ രണ്ടുപേരും തറഞ്ഞു നിന്നു. ശരിയല്ലേ, ഒന്ന് കിടന്നു പോയാൽ നോക്കാനുള്ളത് ആരാണ്? കൂടെയുള്ള 4 മരുമക്കളും കാണില്ല. അവർ പുറത്തുനിന്ന് വന്ന പെൺകുട്ടികളല്ലേ. എന്നാൽ സ്വന്തം മകൾ അവളെവിടെ? ഒന്ന് കിടപ്പിലായാൽ വന്ന് നോക്കാൻ, മടുപ്പില്ലാതെ ശുശ്രൂഷിക്കാനുള്ളവൾ ഇന്നില്ല. അവൾ നൽകിയ വാക്കുകളുടെ ആഘാതത്തിൽ അവർ പടികളിറങ്ങി. അവർ മുറ്റത്തേക്ക് ഇറങ്ങിയത് നന്ദു ഉമ്മറത്തെ വാതിൽ വലിച്ചടച്ച് അതിലേക്ക് തല ചേർത്ത് പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞുപോയ പല കാര്യങ്ങളും ഓരോന്നായി കൺമുന്നിൽ തെളിഞ്ഞതല്ലേ. ആ ഓർമ്മകൾ അവൾ ഒരുപാട് വേദനിപ്പിക്കാനുള്ളതായിരുന്നു. പിന്നിൽ നിന്ന് 2 കൈകൾ അവളെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അവളുടെ കരച്ചിലിന്റെ ശബ്ദം കൂടുകയാണ് ചെയ്തത്. അജി വിട്ടില്ല, വരിഞ്ഞു മുറുക്കി. അവളെ വാതിൽക്കലിൽ നിന്ന് പിന്നിലേക്ക് വലിച്ച് അവൻക്ക് നേരെ തിരിച്ചു നിർത്തി. മുഖമുയർത്തി നോക്കിയില്ല, കരയുവാണവൾ. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണീർ അവൾ തുടച്ചു മാറ്റുന്നുണ്ട്. അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഒഴുകുന്നു. ആജ് അവളുടെ താടിത്തുമ്പ് പിടിച്ച് മുഖമുയർത്തി പിടിച്ചു. മുഖം ഉയർന്നില്ലെങ്കിലും അവൾ അവനെ നോക്കിയില്ല. കണ്ണുകൾ താഴേക്ക് തന്നെ ഇരുന്നു. നന്ദ. അവളുടെ ആജ് വിളിക്കുന്ന അതേ ശബ്ദം, ആ പതിഞ്ഞുള്ള വിളി, ആർദ്രമായ വിളി, കർണപടത്തെ പോലും കുളിരണിയിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു. എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ കയറാതെ അങ്ങനെ നിന്നു. എന്നാലും ഇത് കേൾക്കാനാണോ നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്നത്? രണ്ടാമത്തെ അമ്മാവന്റെ ഭാര്യ ദേഷ്യത്തിൽ പറഞ്ഞു. നിനക്ക് തന്നെ ആയിരുന്നല്ലേ നിർബന്ധം. നിന്റെ മകൻ അവളെ മതിയെന്ന് ഭയങ്കര വാശിയാണ്. സോപ്പിട്ട് കൂടെ കൂട്ടിയ വീട്ടിൽ പണിക്കാരത്തിയായിട്ടെങ്കിലും വെക്കാന്നൊക്കെ. അവർ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മൂത്തമ്മാവന്റെ ഭാര്യ മറുപടി കൊടുത്തു. ഇതിപ്പോ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയോ? അവർക്ക് ഈ പെണ്ണിനെ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് സമ്മതിച്ചു പോയി. ആ പെണ്ണ് പോയപ്പോൾ നിർബന്ധിച്ച് കെട്ടിച്ചതല്ലേ. നമ്മളെ കാഞ്ഞു പിടിച്ചാ അത് പുഷ്പം പോലെ കയ്യിലിരിക്കുമെന്നല്ലേ കരുതിയത്. പക്ഷെ നടന്നില്ല. നടക്കാതിരുന്നത് തന്നെ നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. വേലക്കാരിയാക്കി കൊണ്ടുവരാൻ നിന്നവള് നമ്മളെ ഭരിച്ച് ജീവിച്ചിരുന്നു. ചെറിയമ്മാവന്റെ ഭാര്യ പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാണെന്ന് തന്നെ തോന്നി. അങ്ങനെയായിരുന്നല്ലോ അവളുടെ ഡയലോഗ് അടി മൊത്തം. ഇനി ആ ചെക്കനോട് എന്ത് പറയുന്ന എനിക്കറിയാത്തത്? അവരോട് ഞാൻ പറയാം, നിങ്ങൾ വണ്ടി കയറി. പിന്നെ ആരും ഒന്നും പറയാതെ എല്ലാവരും കാറിൽ കയറി മുറ്റത്ത് നിന്ന് വണ്ടി തിരിച്ചു. നന്ദ. വീണ്ടും അവന്റെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾക്ക് അവളുടെ അജുവിനെ ഓർമ്മ വന്നു. അവന്റെ ചിരി, അവന്റെ സംസാരം, അവന്റെ വികൃതി, അങ്ങനെ ഓരോന്നോരോന്ന് അവൾക്ക് ഓർമ്മ വന്നു. എന്റെ മുഖത്തേക്ക് നോക്കുന്നെന്താ? വീണ്ടും അവന്റെ ആർദ്രമായ ശബ്ദം. അവൾ നോക്കിയില്ല, നോക്കാൻ കഴിയുന്നില്ല. അവളുടെ അജുവല്ലല്ലോ, വേറെ ആരോ ആയി തോന്നുന്നു. എന്നോട് ദേഷ്യമാണോ? അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നേരത്തെ കണ്ട അർജുന ആയിരുന്നില്ല അവൻ, അവളുടെ അജുവായിരുന്നു. അവളുടെ മാത്രം അജു.